रास्ते में गम मिल गया था, लग की गली में रो दिया। जो सिर्फ मेरा था, सिर्फ मेरा, मैंने उसे क्यों खो दिया। हवा आँखें जिन्हें मैं चूमती थी बेवजह, प्यार मेरे लिए क्यों उनमें बाकी न रहा। അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാനന്തി ഏയുള്ള മകൾ ശക്തി നീയേ നാദാന്തി ഏയുള്ള മകൾ ശക്തി നീയേ എന്നോടുള്ള നിൻ സർവ്വനന്മകൾക്കായി ഞാനെന്തോ ചെയ്യേണ്ടു നിനക്കേ ശോഭന. വിവാഹം നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും ഇരുന്ന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീണ്ടും പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അതുകൊണ്ടാ. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്ക് കണ്ണികൾ വെള്ളം നിറയ്ക്കുവാൻ എന്നെ യേശു അവരോട് നിൽപ്പിച്ചു. അവർ അവയിൽ നമ്മൾക്കോളം നിറച്ചു. കലവറക്കാരൻ്റെ അടുത്ത് വണ്ടിയിൽ വീണെന്ന് അവൻ പറഞ്ഞു. പ്രകാരം ചെയ്തു. കലവറക്കാരൻ മീനായി മാറി ആ വെള്ളം വീഴ്ച നോക്കി. മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മീനെ ആദ്യം കിടക്കുന്നു, അരി കിടക്കുന്നതിലേക്ക് പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും എന്നാദ്യം നല്ല മീൻ ഇവരെയും സൂക്ഷിച്ചുവല്ലോ. യേശു വിളിച്ചിരിക്കുന്നു. പ്രവർത്തിച്ചാടെ ആളുകളെ ആത്മമാണ് ശരിയല്ല അവനായാലും ചെയ്തായി അല്പം എന്റെ ശിഷ്യന്മാർ അവൻ വിശ്വസിച്ചു. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ശ്രോഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് ദൈവമേ നിനക്ക് സ്തുതി. രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും സഭയിൽ പരിശുദ്ധ ഭൂദാശ സ്ഥാപിച്ച ഞങ്ങളുടെ ദൈവമായ വിശ്വകതമ്പരാനെ നിന്റെ കൃപയാൽ ഇവരുടെ വിവാഹത്തിന് നീ മധ്യസ്ഥനായിരിക്കണമേ. എന്നതിന്റെ ദാസയ്ക്ക് വിട്ടുവരിയാത്ത വാഴ്വും സഹായവും ജീവനിവശ്യതയും ദൈവഭക്തിയും നൽകണമേ. ഇവൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മകനെ നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നിന്റെ തിരു സാന്നിധ്യത്താൽ ഇവരുടെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ. നസ്രയത്തിലെ തിരുക്കുടുംബത്തിലെ പോലെ സ്നേഹവും ത്യാഗവും ആനന്ദ സമാധാനവും വിശുദ്ധി നിറഞ്ഞ കുടുംബജീവിതം ഇവർക്ക് നൽകണമേ. പരസ്പര വിശ്വാസവും സഹകരണബുദ്ധിയും ഇവർക്ക് നീ പ്രദാനം ചെയ്യണമേ. അബ്രഹാമിനെ പോലെയും സാറായെ പോലെയും ഇവർ തന്നെ സൃഷ്ടികർമ്മങ്ങളിൽ പങ്കാളികളായി തലമുറകൾക്ക് ഭാഗ്യമുള്ളവരായി തീരണമേ. കർത്താവേ, ഇരു കുടുംബങ്ങളെ നീ വാഴ്ത്തണമേ. ഈ വിവാഹം വഴി ഇരു കുടുംബങ്ങളെ സന്തോഷത്തിനുമായി കിട്ടുന്ന വർദ്ധിക്കുമാറാകണമേ. ഈ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ദാസന് നിന്റെ കൃപയാലും പങ്കിടയാക്കണമേ. നിന്റെ സ്ഥിരമായാൽ കാത്തു സൂക്ഷിച്ച് ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുമാറാകണമേ. ഈ വിവാഹത്തിനടുത്ത് വന്നിരിക്കുന്ന ഈ കുടുംബത്തിന്റെ ചാർച്ചക്കാരും ബന്ധുക്കളുമായ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഇവരുടെ യാത്രയെ നീ കൂടെയായിരിക്കണമേ. വിവാഹത്തിന് വേണ്ടി എപ്പോൾ ഒരുക്കത്തിനായിരിക്കുന്ന വരനെയും കുടുംബാംഗങ്ങളെ ബന്ധുക്കളെ നീ സംരക്ഷിക്കണമേ.
കാനാനെ കല്യാണവരും സന്നിഹിതനായ കർത്താവേ, ഇവരുടെ വിവാഹാശീർവാദത്തിനും ആഘോഷത്തിനും നീ കൂടെയായിരിക്കണമേ. എല്ലാവിധ ആവശ്യങ്ങളും നീ മുൻകൂട്ടി കണ്ട് കുറവുകൾ പരിഹരിക്കണമേ. സന്നിഹിതയായിരുന്നുകൊണ്ട് ആ പൗരത്തിന്റെ ആവശ്യം കർത്താവിന് സന്നിധി സമർപ്പിച്ച ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയാമിന്റെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെയും സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനി സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനി സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക
അനുഗ്രഹങ്ങളും കരുണേ രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചെറിയപ്പെടുമാറണമേ. ദൈവമായ കർത്താവേ, നീ മുഖാന്തരവും നിന്നോടുകൂടി ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന് പൂർത്തീകരണം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സൗഭാഗ്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. കാരുണ്യപൂർവ്വം ഞങ്ങളുടെ ദുഃഖങ്ങൾ മായിച്ച് ദയവോട് ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിപ്പിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമാവുകയും ചെയ്യട്ടെ. ഈ മണവാളൻ പൂർണ്ണനും ഈ മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്നോടും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധന്മാരോടും കൂടെ അക്ഷയഭാഗ്യങ്ങളിൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങളിലും നിന്റെ വാത്സല്യഭാഗങ്ങളിലും ചേർന്ന് നിനക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും അർപ്പിക്കുമാറാകണമേ.
പുത്രിയായി വളർത്തി ഞാൻ പരിപൂർണരായി തീരണം.
സ്വീകരിക്കുക.
സ്വീകരിച്ച മോചനങ്ങളോടുകൂടി സ്വർഗീയാനുഗ്രഹങ്ങൾ ഇവർ പ്രാപിക്കട്ടെ. കർത്താവ് സകലകപട സ്നേഹവും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാൻ തക്കവണ്ണം സ്നേഹാഗ്നിയാൽ ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. ലില്ലി പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗത്തിൽ തങ്ങളുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ ഇവർക്കിടയാകട്ടെ. പാവനമായ വിവാഹത്തിൽ നിന്ന് നിർമ്മല ഭാവിയെ നശിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് പരിപാലനയാൽ ഇവരെ അനുഗ്രഹിക്കുകയും വിനയത്താൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിന്റെ റബേക്കാടെ വിവാഹം ചെയ്ത് സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരുടെ ഉടമ്പടിയെ നീതിയാകും മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണമാക്കട്ടെ. മണവാളനെ നിന്റെ വീട്ടിൽ വഴിയാക്കുകയും മണവാട്ടിയെ അക്ഷയമായ മനോഹര ഭൂഷണങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് നദിലധികമായി വിശുദ്ധിയുടെ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും സഹവാസവും തന്നെ പ്രീതിക്കും യോഗ്യമായ തങ്ങളുടെ സ്വഭാവ സംസ്കരണം മുതലുവാൻ ദൈവമായ ഇടയാകട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന അസൂയാലുകളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാര്യങ്ങളും അനുഗ്രഹവും ദൈവമായ കർത്താവിൽ നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരായ പ്രാർത്ഥനകളെ നീ കൈക്കൊള്ളണമേ. ഇവർക്ക് അനുഗ്രഹീതമായ സന്താനങ്ങളെയും സന്തോഷദാനങ്ങളെയും നൽകണമേ. സുഹൃത്തുക്കളാണ് സമ്പത്തുകൾക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തുകയും ഇവരുടെ സന്തോഷങ്ങൾക്ക് അവകാശമായി കൊടുക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ. വിജയപ്രദമായ ശ്രീമായ ഈ മണവാളനെ മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പരിശുദ്ധമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെയും നിന്റെ കരുണയെ വർഷിക്കണമേ. ദൈവം അംഗീകരിച്ച് ഈ കർമ്മത്തിന് സാക്ഷികളാകാൻ ഒരുങ്ങിയിരിക്കുന്ന പ്രിയ വിശ്വാസികളെ, നിങ്ങളുടെ പ്രയത്നത്തിന് 30, 60, 100 മടങ്ങ് അവൻ പ്രതിഫലം നൽകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ വിജയമുള്ള സ്നേഹ രാവും പകലും നിങ്ങളോടുകൂടി സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സ്നേഹമുള്ളവർ, വിവാഹത്തിന് 2 ശുശ്രൂഷകളാണ് ഉള്ളത്. ഒന്നാമത്തെ ശുശ്രൂഷയായ മോതിരമാരുടെ ശുശ്രൂഷ ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ശുശ്രൂഷയായ കിരീടമാടിന്റെ ശുശ്രൂഷയാണ് ഇനി നടത്തപ്പെടാനായിട്ട് പോകുന്നത്. അനശ്വരമായ ഞങ്ങളെ നിന്റെ ശാശ്വത സന്തോഷത്തിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരോടുകൂടെയും അവരുടെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലാ സമയത്തിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും.
Israel,
സ്നേഹത്തോടുള്ള ബഹുമാനത്തോടുള്ള നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും. ഭാര്യമാരെ നിങ്ങൾ കർത്താവെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. എന്തെന്നാൽ മിശിഹാ തന്റെ ശരീരമായ സഭയിൽ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. മിശിഹാ തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകൻ. സഭാ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹാ സഭയെ സ്നേഹിക്കും. അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കും. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴിയും, വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുടുവോ മറ്റു കുറവുകളും ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതീക്ഷിക്കുന്നതിനും അവൾ കളികരുതി പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. ഇതേപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കും. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹാ സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചെയ്തു അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായും അവന്റെ സഭയെ കുറിച്ചാണ് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ബാർക്കുമോ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദ്യമോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നമ്മുടെ രക്ഷയ്ക്കായി സ്തുതികളും നാം എല്ലാവർക്കും അവന്റെ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. ഈ വാക്കുകൾ അവസാനിപ്പിച്ച ശേഷം യേശു ഗലീല വിട്ട് ജോർദാനിലെ യൂദയായുടെ അതിർത്തിയിലെത്തി. വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവനവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പരീശന്മാരെടുത്ത് എന്നവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവാദി മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാവുന്നു. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കരുതെന്ന് താൻ അരുളി ചെയ്തു. വായിച്ചു കഴിഞ്ഞു. മത്തായിയുടെ സുവിശേഷങ്ങൾ നമ്മൾ പ്രകാരം വായിച്ചു കഴിഞ്ഞു. പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവരുടെ രണ്ടല്ല ഒരു ഒറ്റ ശരീരമായി തീരുമെന്ന് വചനത്തിൽ പറയുന്നു. ഇന്ന് ഇത്തരത്തിൽ ഈ ഉദാശയിലൂടെ ഇന്നും റോബിനും ക്രിസ്റ്റി ഒരു ശരീരമായി തീരുന്ന ഉദാശയാണ് വിവാഹം എന്ന് പറയുന്നത്.
വീണ്ടും അവരിനി എങ്ങനെ ജീവിക്കണമെന്നും വീണ്ടും ലേഖനത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണമെന്ന്. അത് എങ്ങനെ എന്നും വളരെ വ്യക്തമായിട്ട് പറയുന്നു. നിങ്ങൾ കർത്താവിന് എങ്ങനെ വിധേയമായിരിക്കുന്നു അതേ രീതിയിൽ തന്നെ ഈ ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണമെന്ന് പറഞ്ഞു വെക്കുന്നു. നീ തീർന്നില്ല, ഭർത്താക്കന്മാരോട് പറയുന്നു, ഭർത്താക്കന്മാരെ നീ ഭാര്യയെ സ്നേഹിക്കണം. അതിനി എങ്ങനെ സ്നേഹിക്കണമെന്ന് വചനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. കർത്താവ് സഭയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി എങ്ങനെ സ്നേഹിച്ചോ, അല്ലെങ്കിൽ അവളെ ശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിച്ച് സ്നേഹിച്ചവോ അപ്രകാരം തന്നെ സ്നേഹിക്കണം. കാരണം തമ്പുരാനാണെങ്കിൽ സഭയെ ഒന്നാകെ സ്നേഹിച്ചത് തന്നെ ബലിയർപ്പിച്ചുകൊണ്ടാണ്, തന്നെ ശൂന്യനാക്കിക്കൊണ്ടാണ് അവൻ സഭയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സ്നേഹിച്ചത്. അപ്പോൾ അപ്രകാരം തന്നെ ആയിരിക്കണം ഭർത്താക്കന്മാരും ഭാര്യയെ സ്നേഹിക്കേണ്ടത്. ഇന്ന് ഈ ഉദാശയിലൂടെ ഇപ്രകാരം അവർ തന്നെ സ്നേഹിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും ഏക ശരീരമായി തീരുമ്പോൾ ഇനിയും അവർ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒറ്റ ചിന്ത, ഒറ്റ മനസ്സായിരിക്കണം. ഇതുവരെ അവർക്ക് 2 ആഗ്രഹങ്ങളായിരുന്നു, 2 ചിന്തകളായിരുന്നു, 2 സ്വപ്നങ്ങളായിരുന്നു, 2 പ്രതീക്ഷകളായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് അത് മാറി ഏക ശരീരമായി തീരുമ്പോൾ ഇനി ഒറ്റ മനസ്സ്, ഒറ്റ ആഗ്രഹം, ഒറ്റ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ ഇതെല്ലാം ഒന്നായി തീരേണ്ട അവസ്ഥയും കൂടെയാണ് ഉദാശയിലൂടെ സംഭവിക്കുന്നത്. 2 കുടുംബങ്ങളും കൂടെ ഒന്നായി തീരുകയാണ്, 2 സംസ്കാരം ഒന്നായി തീരുന്ന അവസ്ഥയും കൂടെയാണ്. ചില ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെ വീണ്ടും ഒന്നായി തീരേണ്ടത്. ചിലപ്പോൾ ജസ്റ്റിക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടാകാം, അത് എന്തുമാകാം. അപ്പോൾ അത് റോബിന് ഇഷ്ടമാകുമ്പോൾ അത് ഒന്നായി തീരേണ്ട അവസ്ഥ, റോബിന് ഇഷ്ടമില്ലാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ ജസ്റ്റിക്ക് ഇഷ്ടമാകുമ്പോൾ അതും ഒന്നായി തീരേണ്ടതിലേക്ക് കിടക്കേണ്ടതാണ് കുടുംബ ജീവിതം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സംഭവിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, അച്ഛന് ഇത് പറയാൻ വളരെ എളുപ്പമാണ്. കാരണം ഇവിടെ വിവാഹം കൂതാശയിൽ പ്രവേശിച്ച് 1, 5, 10 വർഷത്തിന് ശേഷം ഇരിക്കുന്നവരാണ് ഇരിക്കുന്ന ഓരോ മാതാപിതാക്കൾ. ജീവിക്കേണ്ടത് ഞങ്ങളാണല്ലോ, ഞങ്ങൾ ജീവിക്കുന്നു, ഞങ്ങൾക്കറിയാം അതിൻ്റെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അച്ഛന് ഇവിടെ ഇരുന്ന് പറയാൻ എളുപ്പമാണ് എന്നൊരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം. ഇത്തരത്തിൽ തന്നെയാണ് സ്നേഹന്മാരും യേശുവിനോട് ചോദിച്ചത്. കാരണം യേശു നമ്പുരാൻ ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്നേഹന്മാർ ചോദിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ വിവാഹ കൂതാശ വേണ്ട എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് യേശു നമ്പുരാന്, കൃപ ലഭിച്ചവർക്കല്ലാതെ ഇത് സാധ്യമല്ല എന്ന്. ഇത് പ്രയാസമേറിയ കാര്യമാണ് എന്ന് പറഞ്ഞു, ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ തമ്പുരാൻ പറഞ്ഞു വെക്കുകയാണ്, കൃപ ലഭിച്ചവർക്കല്ലാതെ ഇത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് എഫെസോസിലെ ലേഖനം പറയുന്നത് ഇതൊരു വലിയ രഹസ്യമാണ് എന്ന്. ഈ കൃപ ലഭിച്ചാൽ മാത്രമേ കുടുംബജീവിതത്തിൽ ഏക ശരീരം, ഒറ്റ ശരീരം അല്ലെങ്കിൽ ഒരു മനസ്സുമായി പരസ്പരം സ്നേഹിക്കുവാനായിട്ട്, വചനത്തിൽ പറഞ്ഞതുപോലെ പരസ്പരം സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ ചോദിച്ചേക്കാം, ഈ കൃപ എവിടുന്നാണ് ലഭിക്കുക എന്നത്? അത് മറ്റ് എവിടുന്നുമല്ല, ഈ കൂതാശയിലൂടെയാണ് കൃപ ലഭിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ ഓരോന്നും നമ്മൾ വായിക്കുകയും ചെയ്യും, മനസ്സിലാവും. ഇവർക്ക് വേണ്ടി ഒന്നായി തീരാനായിട്ട്, ഒരു ശരീരമായി തീർന്ന് മുന്നോട്ട് ജീവിക്കുവാനോ വേണ്ടി കൃപ ലഭിക്കണമേ എന്ന് ഒന്നാകെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ 2ാം ശുശ്രൂഷയിൽ, കിരീടവാഴ്ച ശുശ്രൂഷയിൽ നമ്മൾ പൂർവ്വപിതാക്കന്മാരെയൊക്കെ ഓർത്തുകൊണ്ടും മാതൃപിതാക്കന്മാരെയൊക്കെ ഓർത്തുകൊണ്ടും അവരെ ദൈവം വാഴ്ത്തിയതുപോലെ ഇവരെയും വാഴ്ത്തണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ആദിനീതിമാരെ വാഴ്ത്തിയതുപോലെ, അബ്രഹാം, സാറ എന്നിവരെ വാഴ്ത്തിയതുപോലെ ഇവരെയും വാഴ്ത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മുടെ ജനങ്ങളെല്ലാം ചൊല്ലുകയും ചെയ്യുകയാണ്, ഈ ദാസനെയും വാഴ്ത്തണമേ എന്ന്. അങ്ങനെ ഓരോ പ്രാർത്ഥനയിലൂടെ ഇവർ കൃപ ലഭിക്കണമേ എന്ന് നമ്മൾ ഒന്നാണ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും ചോദിച്ചേക്കാം, ഈ കൃപ ലഭിച്ചുകൊണ്ട് മാത്രം മതിയോ? കൃപ ലഭിച്ചു, ഇനി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു, ഇനി ഞാൻ ഒന്നും ചെയ്യേണ്ടേ? അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ ചിന്തിച്ചേക്കാം, കൃപ ലഭിച്ചല്ലോ, ഇനി ഏക ശരീരമായി പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്ന്. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഈ ലഭിച്ച കൃപ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാണ് നിങ്ങളെ ഭരമേൽപ്പിക്കുന്നത്. ഇന്ന് ഈ ദേവാലയം നിങ്ങൾ ഒന്നായി തീർന്നുകൊണ്ട് പടിയിറങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം കൂടെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കൂതാശയോടെ ലഭിച്ച കൃപ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ട്, കുടുംബത്തിൽ പ്രവേശിച്ച എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലൂടെയും വചനത്തിലൂടെയുമാണ്. ജീവിതത്തിൽ ഒരുപക്ഷെ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴൊക്കെയോ ഈ കൃപ ആളിക്കത്തുന്ന ഈ ജ്വാല ചിലപ്പോഴൊക്കെ കരിയൊക്കെ വീണ് മങ്ങലേൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മങ്ങലേൽക്കുന്ന സാധനം മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ജ്വലിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് പ്രാർത്ഥനയും ഈ വചനവും. പ്രാർത്ഥനയും വചനത്തിൻ്റെ അധിഷ്ഠമായി ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച കൃപ കൂടുതൽ ജ്വലിക്കുവാനായിട്ടും ജീവിതത്തിൽ ഏക ശരീരമായിട്ടും ഒന്നായി ജീവിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനായിട്ടും ഇത് സാധിക്കും. ഇവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും
ഓരോ കൂതാശകളും സ്വയം ചിന്തിക്കാൻ ഉള്ളതും കൂടിയാണ്. ആദ്യ നാളുകളിൽ വിവാഹമെന്ന കൂതാശ നിർവഹിച്ച് ഒന്നായി ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആഗ്രഹങ്ങളും മുന്നോട്ട് പോകുമ്പോൾ, ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ, അന്ന് അച്ഛൻ നിർദ്ദേശിച്ച ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ച് ഇന്ന് നിൽക്കുമ്പോൾ അത് എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇന്നിവിടെ ആയിരിക്കുന്ന ഓരോ മാതാപിതാക്കളും. അന്ന് ആരംഭിച്ച ജീവിതത്തിൽ വളരെ ആഗ്രഹത്തോടെ കൃപ ലഭിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് ആ കൃപ ലഭിച്ചിരുന്ന അടിസ്ഥാനത്തിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് എന്തുമാത്രം വചനത്തിൻ്റെ അധിഷ്ഠമായി, പ്രാർത്ഥന അധിഷ്ഠമായി ജീവിക്കുന്നുവെന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇവിടെ ആയിരിക്കുന്ന ഓരോ മാതാപിതാക്കളും. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഉത്തരവാദിത്വം പറഞ്ഞ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ലഭിച്ച കൃപ കാത്തു സൂക്ഷിക്കുവാനായിട്ട് നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ അത് വചനത്തിൽ അധിഷ്ഠമായി, പ്രാർത്ഥന അധിഷ്ഠമായി ജീവിച്ചുകൊണ്ട് കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹവും നിങ്ങൾ നേരുന്നു. No.
Sri Vai Puga
ഉത്പാദിപ്പിക്കുന്ന സർവ സർവങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിനെ നിന്നെ സഹായിക്കട്ടെ. യാക്കോബ് തന്റെ പുത്രനായ യോസേഫ് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ഐശ്വര്യങ്ങളാലും സമ്പാദ്യങ്ങളാലും സൗഭാഗ്യങ്ങളാലും ദൈവം നിങ്ങളെ സമ്പന്നരാകട്ടെ. മിസ്രയീമിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വാക്കിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായി മലയിറങ്ങിയ മഹോന്നതങ്ങളെയും നിങ്ങളുടെ സംസർഗത്തെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിക്കാം. വിശുദ്ധ ബലിപീഠത്തിന്റെ വിശുദ്ധ സ്ത്രീവായുടെയും
മനോഗതങ്ങൾ അറിയാവുന്നവരെയല്ല, അറിയുന്നവരുടെ സന്നിധിയിൽ അത്രയും നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം കേൾക്കുന്നു. എനിക്ക് നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായ എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാൻ അത് കുറ്റമില്ലാത്തതായിരിക്കും. പട്ടക്കാരിലും ശമാസന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിച്ചവരും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കരങ്ങളിൽ സമൃദ്ധമായി ആവശ്യമാകാകട്ടെ. അനുഗ്രഹിക്കുന്ന ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിനെയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ കർത്തവ്യം ആചരിച്ച സകല പരിശുദ്ധന്മാരുടെ പ്രാർത്ഥന മുഖാന്തരം യേശു മിശിഹായുടെ മരണത്തിൽ നാം ഏവരും എപ്പോഴും വസിക്കുവാൻ ഇടയാകട്ടെ. ഈ അനുശാസനങ്ങൾ നിങ്ങളെല്ലാവരോടുള്ളതാണെന്ന് ഓർത്തുകൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഭാര്യയുമായുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. എന്തെന്നാൽ അവർ സ്വജനങ്ങളെ വിട്ട് ഭർത്താവിനോട് യോജിച്ചിരിക്കുന്നു. അതിനാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തി അവളോട് ദയവോടെ വർദ്ധിക്കണം. സ്വപ്രാണനെ പോലെ അവൻ അവളോട് വർദ്ധിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ കൊടുക്കണം. അവളും അവനെ യഥോചിതം പരിചരിക്കുവാൻ കടപ്പെട്ടവളാണ്. സകലത്തിൽ സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടെ അവൾ അവൻ്റെ അടുക്കൽ പെരുമാറണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്തെന്നാൽ രാജ്യം ശക്തിയും മാത്രം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയുമായ സകലത്തിന്റെ സൃഷ്ടാവുമായ സദൈവ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകവും പ്രകാശവും സത്യദൈവവും ജനിച്ചവരും സൃഷ്ടിയല്ലാത്തവരും സാരാംശത്തിൽ പിതാവിനോട് സമതമുള്ളവരും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്രോതത്തിൽ നിറങ്ങി പരിശുദ്ധ രൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്നും ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മാതോസ്വടുത്തുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവരും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മൗത്തത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവരും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവരും ഏകകർത്താവുമായ യേശു മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവ് ഉറപ്പെട്ട് പിതാവിനോട് കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും നിബിയന്മാരും സ്ത്രീയന്മാരും വാതിൽ സംസാരിച്ചവരുമായി ജീവനും പരിശുദ്ധിയുമുള്ള രൂഹായിലും കാതോലികോ സ്ലഹീകോ ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമേ ബാർക്കുമോർ സ്തോമക്കാലോ ആശീർവാദത്തിനായിട്ട് നമുക്ക് എഴുന്നേറ്റ് തലവണങ്ങും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ വിവാഹ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി സംബന്ധിച്ച് നിങ്ങളേവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളെ മരിച്ചുപോരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാവും ബലഹീനമുള്ളവയും കുറവുള്ളവയുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നതമായ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ.
നിത്യമണാളാൽ നീതി ഞാൻ നാഥ ഞാൻ നിൻ മണവാട്ടി നീയാണിൻ തണലും താങ്ങും ചെയ്യണമെന്നോട് കാരുണ്യം ഒരു നാളും പിരിയാതിൻ പാതകൾ തോറും ദീപമായി പ്രിയമോടിൻ ചാരി നീ ഒന്നണയാനായി കാത്തു ഞാൻ അരികിലായി നീ വന്നു ചേർന്നാൽ പാടിടാം ഞാനോ ശാന അരികിൽ പതിയിടനെഞ്ചിൽ ആരോ മൂളും രാഗം മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ലീനം മഴയേ എൻ കനവിൽ അവളറിയാതെ തളിരണിയും പുലരികളിൽ മഞ്ഞിൻ തൂവൽ വീശി മെല്ലെ മെല്ലെ പുതുമഴ മെയ്പുണരും പൂവിൻ മൗനം ഇതൾ വിരിയും ഈരാവിൻ നിറമോഹം മനമറിയാതെ തിരയുകയോ നീ എൻ്റെ ഉള്ളം നിന്നിൽ ഞാൻ മൗനമായി അലിയും അനുരാഗം നിന്മേ തൊട്ടു പൂമേടത്തോറും കാറ്റായി നീളേ നിന്നോടൊന്നു ചേരാൻ തുടിക്കും മോഹം മഴയേ
മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ലീനം മഴയേ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു
എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു കർത്താവെ, ഞങ്ങൾക്ക് ഈ മംഗളകരമായ കർത്താവെ കർത്താവെ നല്ലതായി തീർത്ത് ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവെ അവിടുത്തെ കാലാവസ്ഥയൊക്കെ നീ അനുകൂലമാക്കി അവിടെ ചേർത്ത് കൃപയോർത്ത് ഞങ്ങൾ നന്ദികളോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് പ്രിയ മക്കൾ കർത്താവെ അവിടുന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കർത്താവെ, അവരുടെ പ്രിയ മാതാപിതാക്കളെ ഞങ്ങൾ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ കർത്താവെ എല്ലാം രണ്ട് കുടുംബങ്ങളെയും അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രിയ മക്കളെ അവിടുന്ന് സമൃദ്ധമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് അവിടുന്ന് കൂടിയിരിക്കണമേ. അവർ വ്യാപരിക്കുന്ന മേഖലകൾ, അവർ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളെല്ലാം നീ അവിടെ സാധിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണവനായ ദൈവമേ, കർത്താവെ, അവർ എവിടെയൊക്കെ ആവുന്നു അവിടെയൊക്കെയും കർത്താവെ നിന്റെ സാന്നിധ്യവും കൃപയും അവർ കർത്താവെ രുചിച്ചറിയുവാൻ തക്കവണ്ണം അവരെ അവിടുന്ന് കർത്താവെ ആത്മാവിൽ ബലപ്പെടുത്തണമേ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയെ ധാരാളമായി അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു. കർത്താവെ വീണ്ടും ഈ ദിവസത്തിന് വേണ്ടി, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിന് വേണ്ടി അങ്ങ് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം തന്നെ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ. ഞങ്ങളുടെ ആവശ്യമാഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോടികൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിപ്പിക്കണമേ. പരീക്ഷയുടെ പ്രവേശിക്കരുത്, രക്ഷിക്കണമേ. ആമേൻ. അതെന്ന് പറയുമ്പോൾ ഏതൊരു സമാധാനം കർത്താവിനോടുകൂടെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തുവരാട് വീഴ്ചകളെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. जब सांसें भरती हूँ तेरे दिल की गलियों से, मैं हर रोज गुजरती हूँ। हवा के जैसे चलता है तू, मैं रेत जैसे उड़ती हूँ। कौन तुझे यूँ प्यार करेगा जैसे मैं करती हूँ।